തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ശാന്തപ്പാമൻ തമാശ അറിയാണോ? തമാശ അല്ലടാ, അതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാ. നീ സമയം ദിവസമൊന്നും പറയാതെ മരുന്നകത്താക്കി എന്നെ പെട്ടെന്ന് ഫോണിൽ വിളിച്ചാ എത്താൻ പറ്റുന്ന വരത്തില്ല മോനെ. അതുകൊണ്ട് മുൻകൂട്ടി അറിയാൻ വേണ്ടി ചോദിച്ചതാ. പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എടാ മരുവനെ, പ്രണയത്തിന്റെ കാര്യം അങ്ങനെ നീക്കി വെച്ചൂടാ. ചൂടാറുന്നതിന് മുമ്പ് ചെയ്യണം. എന്നാലേ നിന്റെ ഭാര്യ നിന്നെ തേടി പിന്നാലെ വരും. നീ സമയവും കാലമൊക്കെ നോക്കിയിരുന്നാലേ നിന്റെ ഗതി അതോ ഗതിയാ. പറഞ്ഞേക്കാം. ഒന്ന് മിണ്ടായിരിക്കും മാമ. എടാ പരുവനെ, ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാ. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താടാ നീ എന്താ ഒന്നും മിണ്ടാതെ ആലോചിക്കുവാണോ? ആ അതെ. ഇനി ആലോചിക്കാനൊന്നുമില്ല. നീ ആലോചിച്ചിരുന്ന ശ്രേയ മാഡം നിന്നെ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചോളൂ. അതിനുള്ള അവസരം നീ കൊടുക്കരുത്. നീ കാൽത്തീരത്തേക്ക് വാടാ, ഞാൻ കള്ളു കുടിക്കാം, നീ മരുന്ന് കുടിച്ചോ. വർക്കൗട്ട് ആവുമെന്നൊന്ന് നോക്കാലോ. എന്നാ ശരിയടാ, തീരുമാനിച്ചിട്ട് വിളിക്കേ കേട്ടോ. ഓക്കെ. ശാന്തപ്പൻ എന്താണ് പറഞ്ഞത് ഇത്രയ്ക്ക് ആലോചിക്കാൻ? എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അമ്മേ. എടാ നിന്നോട് ചോദിച്ചേ. ഒന്നുമില്ലമ്മേ. ഇനി വേറെ മണ്ടത്തിലൊന്നും കാണിക്കണ്ട കേട്ടോ. ആകാശ് സാറേ, ഒരു കാര്യം അറിയോ? എടോ വെട്ടിക്കിളി കൃപേശ, മേഡത്തിന്റെ വായിന്ന് കേട്ടത് പോരെ? വീട്ടിലിരിക്കാനാണോ ഉദ്ദേശം? ആകാശേ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വഴക്ക് അവിടെ കൊണ്ടും തീരുന്നില്ല. സീരിയലിന്റെ എപ്പിസോഡ് തീരാറാകുമ്പോൾ എഴുതി കാണിക്കുന്നില്ലേ തുടരുമെന്ന്? അതുപോലെ വീട്ടിലെ വഴക്കിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. മനസ്സിലായില്ല? കാര്യം പറഞ്ഞു കൊടുക്കും അമ്മനെക്കുട്ടേട്ടാ. ഞാൻ പറയാം. ആകാശ് സാറേ, രാവിലെ ചാരു മേഡത്തിന്റെ ഭക്ഷണവുമായി വന്നപ്പോ രണ്ടുപേർക്കിടയിൽ നല്ല പോരായിരുന്നു. മാഡം പറഞ്ഞു ഫുഡ് വേണ്ടാന്ന്, ചാരു പറഞ്ഞു കഴിച്ചേ പറ്റത്തുള്ളൂ. എന്തൊരു തർക്കമായിരുന്നു രണ്ടുപേരും. പക്ഷെ ജയിച്ചത് ആകാശ് സാറിന്റെ ഭാര്യ ചാരുവാ. കഴിച്ചേ പറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയെ. ആ സമയത്ത് മേഡത്തിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്മി പോയില്ലേ? ചാരു മേഡത്തിന് ഫുഡ് കൊണ്ടുവരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് കരുതിയില്ല. ചാരുവിനോടുള്ള ദേഷ്യത്തില ശ്രേയമാടെ എല്ലാവരും ചീത്ത പറഞ്ഞ് ചെവി പൊട്ടിച്ചത്. മുൻകോപം മേഡത്തിന്റെ ഐഡന്റിറ്റിയാ. അതുകൊണ്ടല്ലേ ചാരുവിനോട് വഴക്കുണ്ടാക്കിയത്. ആ ചാരുവിന്റെ ഫുഡിന്റെ ടേസ്റ്റ് അറിയാനുള്ള യോഗ ഇല്ല, അതാ. ചെല്ല്. എന്താ മോളെ, കല്യാണത്തിന് ശേഷം നിന്നെ അങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. ചക്കിമോളെ പുതിയ സ്കൂളിലൊക്കെ ചേർക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ചക്കിമോളിപ്പോ 1ാം ക്ലാസ്സിലേക്കല്ലേ? അതെ വല്ലിച്ച, ഞാനിപ്പോ വന്നത് ആൽത്തറ ദേവീക്ഷേത്രത്തിലെ പൂജയുടെ കാര്യം വല്യമ്മ ചാരുവിനെ ഒന്ന് ഓർമ്മിപ്പിക്കാനാ. ഓ, അത് ഇന്നാണല്ലേ? ഞാനങ്ങ് വിട്ടുപോയി. സുമംഗലി പൂജ അല്ലേ? 108 മഞ്ചരാത് നിലവിളക്ക് അത് കത്തിച്ച് സ്വന്തം ഭർത്താവിന്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. കുട്ടനാടിന്റെ ഒരു ചരിത്ര. ചിറ പൊട്ടിയും അല്ലാതെയൊക്കെ
കുറെ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള നാടല്ലേ. ആൽത്തറ ദേവിയാ നാടിന്റെ രക്ഷകൻ. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് വല്യച്ച. ഞാനിതുവരെ